ശ്രീലങ്കയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മനോഹരമായ കാഴ്ച കാണാനാണ് രാവിലെ തന്നെ എല്ലാവരും കൂടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഒരു ഗാർഡ് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങ് മൂവ് ചെയ്ത് ആ ഡെസ്റ്റിനേഷൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ കുറേ ടൂറിസ്റ്റുകൾ അങ്ങനെ കാര്യമായിട്ടില്ലെങ്കിലും അല്ലാതെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നല്ല മനോഹരമായ കുറച്ച് പൂജാദ്രവ്യങ്ങളും പൂക്കളും ആമ്പൽപ്പൂവ്, താമരപ്പൂവ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ച് മേടിച്ചു. ഇൻട്രോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതെന്താ നമുക്ക് കേൾക്കാം. ശ്രീലങ്കയുടെ ഒരു ഗ്രാമമായിട്ടുള്ള കുർണേഗലയിലാണ്. കുർണേഗലയിലെ ഒരു ബുദ്ധക്ഷേത്രം, ബുദ്ധസ്തൂപം, ശരിക്കും പറഞ്ഞാൽ ഒരു മലയുടെ മുകളിലുള്ള ഒരു ബുദ്ധസ്തൂപം കാണാനായിട്ട് നമ്മൾ യാത്ര ചെയ്യാണ്. എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയും ഉണ്ട്, നമുക്ക് കാണാം. അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം, ചെറുതായിട്ട് കാണാൻ പറ്റും, ബുദ്ധൻ്റെ ബാക്ക് സൈഡാണത്. ഈ ഒരു നഗരത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഈ നഗരത്തിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ബുദ്ധസ്തൂപം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു 360 ഡിഗ്രി വ്യൂ ആണ്. ഇതൊരു മലയാണ്, മലയുടെ മുകളിലാണ് ബുദ്ധസ്തൂപം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നഗരത്തിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും ബുദ്ധൻ നമ്മളെ നോക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് സുമിത്താണ് ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. സുമിത്ത് ഞങ്ങളെ മുന്നേയും സുമിത്ത് തന്നെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ നഗരം നോക്കൂ, ഇവിടെ നിന്ന് നോക്കിയാൽ കംപ്ലീറ്റ് ആ നഗരം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റാണ് അവിടെ. ബുദ്ധനിങ്ങനെ ഒരു സേവിയറായിട്ട് അവിടെ നിന്ന് ഈ കംപ്ലീറ്റ് നഗരം നോക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഞാനിങ്ങനെ പറയുകയാണ്, വെളുത്ത ആ ഒരു സ്തൂപം ഇങ്ങനെ നിൽക്കുമ്പോൾ അതുണ്ടാവുന്ന ആ ഒരു എഫക്റ്റ് പറയുകയാണ്. ഞാൻ പറഞ്ഞ റെക്കോർഡിങ്സിലൊക്കെ കാറ്റിൻ്റെ ശബ്ദമുള്ളതുകൊണ്ടാണ് ഞാനത് കേൾപ്പിക്കാത്തത്. ഈ ഒരു മനോഹാരിത ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. എനിക്ക് പിന്നെ ഉണ്ടായിരുന്ന ഒരു അതിശയോക്തി എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഇത്രയും ചെറിയൊരു, അല്ലെങ്കിൽ ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇത്രയും മനോഹരമായ മലകളും പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഈ മലയുടെ പേര് എലിഫൻറ്റ് റോക്ക് എന്നാണ്. അതിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് ചുറ്റിനും വേറെ വേറെ മലകളുണ്ട്. ഈ ഒരു മലയിലാണ് ബുദ്ധനുള്ളത്, ബാക്കിയുള്ള മലകളിലൊന്നും ഇല്ല. ഇതേപോലൊരു സ്തൂപം നമുക്ക് കാൻഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കാണാൻ പറ്റും. ആ കാണുന്ന മല ടോർട്ടോയിസ് റോക്കാണ്. അതിന് അപ്പുറത്ത് ഈൽ റോക്ക്, അങ്ങനെ കുറേ പേരുകളുള്ള ഓരോ റോക്കുകളുടെ ഇതുണ്ട്. അതിൻ്റെ ഓരോ ആകൃതി അനുസരിച്ചാണ് ആ പേര് വന്നതെന്നാണ് സുമിത്ത് പറഞ്ഞു തന്നത്. ശരിക്കും നല്ല കാറ്റാണ്, നമ്മൾ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റും ചെറിയൊരു മഴയും തണുപ്പും ഒക്കെയാണ്. എനിക്ക് എത്ര സംസാരിച്ചാലും മതിയാവാത്തൊരു സ്ഥലമാണിത്. അത്ര എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലവും കൂടെയാണ്. ഞാൻ പണ്ട് വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാനത് കിട്ടുവാണെങ്കിൽ എൻ്റെ കൂടെ ചേർക്കാം. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ബുദ്ധനെ ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ഡിവൈൻ എനർജി നമുക്ക് ഫീൽ ചെയ്യും. അതെല്ലാമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ കാറ്റിൻ്റെ ശബ്ദം കാരണം അത് പറഞ്ഞതൊന്നും അത്ര ക്ലിയർ ആയില്ല. അത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെയും എങ്ങനെയാണ് ഈ ഒരു രാജ്യത്തിന് ഇത്ര ഭംഗി വന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയും അത് കൊണ്ട് നടക്കുന്ന രീതിയുമാണ്, ആൾക്കാരത് കൊണ്ട് നടക്കുന്ന രീതിയുമാണ്. നമ്മളിപ്പോൾ അതിൻ്റെ പുറകിൽ കണ്ടൊരു ലേക്ക് ഉണ്ട്. ആ ലേക്കിനെ കുർണേഗല ലേക്ക് എന്നാണ് പറയുക. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി വാങ്ങിച്ചുകൊണ്ടുവന്ന ഫ്ലവർ വെക്കാൻ മറന്നുപോയി. അത് വെക്കാനായിട്ട് ഓടുകയാണ്.
വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അയാളായിരുന്നു. അത് കാരണം അത് വെക്കാനൊരു ഗ്യാപ്പൊക്കെ കിട്ടിയില്ല. അപ്പം അത് വെക്കാനായിട്ട് പോവാണ്. അതിൻ്റെ ആ ബുദ്ധവിഗ്രഹത്തിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. കാരണം നമ്മൾ എത്ര ദൂരെ കുർനേഗല എന്ന് പറയുന്ന നഗരത്തിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് ആ ബുദ്ധൻ്റെ തലയെങ്കിലും കാണാൻ പറ്റും. അത്രയും വലുതാണ് ആ സ്തൂപം. ശരിക്കും ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടാക്കിയവരെ ശരിക്കും നമ്മൾ നമിക്കണം. ആ കാണുന്നതാണ് കുർനേഗല ലേക്ക്. ഈ ലേക്കിനും ഈ മലയ്ക്കും ചുറ്റിനാണ് ഈ ഒരു നഗരം രൂപീകൃതമായിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. മൊത്തത്തിൽ നമുക്ക് ആ ഒരു നഗരത്തിൻ്റെ ഭംഗി ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ എൻ്റെ മോനും ഹസ്ബൻഡും എല്ലാം ഒരു പാറയിലിരുന്നുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. മോന് മെഡിറ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഞാൻ വിപാഷനയും ആനാപാനയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ബുദ്ധൻ്റെ മെഡിറ്റേഷൻ. അവൻ അവിടെ ഇരുന്ന് അത് സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡിന് ശ്രദ്ധ കിട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, എന്നാലും പുള്ളിയും ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ അറിയാതെ തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.